ഹായ്, വെൽക്കം ബാക്ക് അഗെയിൻ. ജോഹറിനോടൊപ്പം ഞാൻ എക്സ്പ്ലോറിൽ പോണ്. അപ്പോൾ നമ്മളാ ചെക്കന് ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കുട്ടൻ ആണ് വരട്ടെ ബാത്റൂമിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഓനായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക മോർണിംഗ് സൈക്ലിങ്ങിന് പോവുകയാണ്. ഏകദേശം ഒരു 6-6:30 സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ജസ്റ്റ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ട് നൈസായിട്ട് നമുക്ക് സൈക്കിളിൽ ഇറങ്ങാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ നേരെ രാവിലെ തന്നെ ഇറങ്ങി സൈക്കിൾ കൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഇറങ്ങി നമ്മളെ കൂടെ മറ്റേ ചെക്കനുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് പോകാൻ വേണ്ടി പോകുന്ന ഒരു കിടുക്കാച്ചൊരു സ്ഥലം തന്നെയാണ്. ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞുതരും. പറഞ്ഞ മുത്തേ, ഏതാണ് സ്ഥലം? മാലാച്ചിപ്പാറ. പാലുകാച്ചിപ്പാറ. ആ, ഹൈറ്റിലെ വ്യൂ പോയിന്റ് ആണ്. ആ, നല്ല കാണാനുണ്ട്. ആ, അവിടെ നിന്ന് വൈഡായിട്ട് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. മഞ്ഞ് കോട കാണുന്നില്ല, പറയാൻ പറ്റില്ല, എന്തായാലും കാണാനുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ജസ്റ്റ് ഒരു നേരം വൈകിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയാണ് ആ ഒരു സമയമാണ്. പക്ഷെ ഒരു 5:30 ഇറങ്ങിയാൽ അവിടെ ഒരു 6 മണിക്ക് നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്താ വെച്ചാൽ ആ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു കിടക്കാശി സ്ഥലം തന്നെയാണെന്ന് പറഞ്ഞത്. നമ്മളെ ചെക്കനും മാത്രമേ കേട്ടോ നമ്മളെ കൂടെ. നമ്മളെ ജോഹർ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവൻ അവിടെ റൂമിലുണ്ട്. റൂമും പരിസരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളവിടെ ഇൻട്രോ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 6 കിലോമീറ്ററാണ്, ഒരു 6-4 കിലോമീറ്ററാണ് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്പോട്ടിക്ക് ഹെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഇതാ നമ്മൾ പാലുകാച്ചിപ്പാറയിലേക്ക് പോന്നാണ്. ഇതാ ഓലെ മുന്നിലുണ്ട് സ്പോട്ട്. ഏകദേശം ഹെഡ് ചെയ്തിട്ടോ. അവിടെ 2 സൈക്കിൾ ഇങ്ങനെ ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ റോഡിൽ നിന്ന് ഓഫ് റോഡിലേക്ക് കയറി. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇതിലൂടെ? മീറ്ററുള്ളൂ, 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 1.5 കിലോമീറ്റർ ഇങ്ങനെ ഉന്തിയിട്ടും മറിച്ചിട്ടും ഓടിച്ചിട്ടൊക്കെ ഈ ഒരു റോഡ് കാണുന്ന വഴിയിലൂടെ പോകാൻ വേണ്ടി പോവാണ്. എന്നാലും നല്ല രീതിക്ക് കഴിഞ്ഞിട്ടോ. നമ്മൾ അതിന് മുമ്പ് ഹോട്ടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിരുന്നു. ചൂടുവെള്ളമാണ്. ഇതിൻ്റെ പകുതി കുടിച്ച് തീർത്ത്. ഇതിലുള്ള മൈലേജിലാണ് ഓട്ടം. അങ്ങനെ മച്ചന്മാരെ നമ്മൾ അവസാനം ഈ ഒരു സ്പോട്ടിക്ക് ഹെഡ് ചെയ്തിട്ടോ. ജസ്റ്റ് ഇവിടെ സൈക്കിൾ കൊടുന്ന് ആ ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വേസ്റ്റ് കേട്ടോ. കേരളത്തിൻ്റെ ആ ഒരു തനിമ ഒട്ടും ചോരാതെ മലയാളികൾ കാത്തു സൂക്ഷിക്കും. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയാലും ഞാൻ പറയുന്ന കാര്യമാണ് വേസ്റ്റുകൾ, കുപ്പികൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് പ്രകൃതിയെ കേടെടുത്തുന്നതും നന്നാക്കുന്നതും. അപ്പോൾ സൂക്ഷിക്കുക. എന്തായാലും നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ അല്ലേ കയറിപ്പോണ്ട്? അതെ. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ കയറി പോയിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ട് ഹെഡ് ചെയ്യാം കേട്ടോ. എന്തായാലും കാഴ്ചകളുടെ പർദീസ എന്നൊക്കെ അറിയപ്പെടുന്ന പാൽക്കാച്ചിപ്പാറയിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കാണാം കാഴ്ചകൾ. അപ്പോൾ അവസാനം നമ്മൾ ആ ഒരു സ്പോട്ടിക്ക് ഹെഡ് ചെയ്തു. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ നടക്കാനുണ്ട് കേട്ടോ. 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചവിട്ട് വഴിയാണ്. ഏകദേശം റോഡും കാര്യങ്ങളൊന്നുമില്ല. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കാണാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കേട്ടോ. നല്ല അടിപൊളി നല്ല വലിയ വലിയ പാറക്കെട്ടുകളും അതിൽ ഉപരി നല്ല കിടുക്കാച്ചൊരു ഏകദേശം നല്ലൊരു കിടുക്കാച്ചൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടിയിൽ നല്ല കിടുക്കാച്ചി പെരകളും അതുപോലെ നല്ല ഒരു അടിപൊളി സ്ഥലം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഏകദേശം ഒരു നേരത്തെ വന്നിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഒരു 5-5:30 ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു കൃത്യം നമ്മൾ ആ ഒരു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞും ആ ഒരു ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ ഏകദേശം കാണാമായിരുന്നു. പക്ഷെ മൂഞ്ചി പോയി കേസ്. നമുക്ക് അങ്ങോട്ടേക്കോ കേട്ടോ. ഈ ഒരു പാറയോട് ചേർന്ന് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു മരം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിന് മണ്ണിലാണോ ഇനി പാറമേണത് ഉണ്ടായിരിക്കുന്നത്
ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു മരം നിൽക്കുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഈ ഒരു പാറക്കെട്ടിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മരം തന്നെ കേട്ടോ. വേറെ തന്നെ വൈബ്. വാ, ഏകദേശം 360 വീല് കാണാൻ തോന്നിട്ടില്ല. അടിപൊളി. പിന്നെ നല്ല രീതിക്ക് മൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടി കേട്ടോ. മൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ, അതുപോലെ കാട്ടുപന്നി, അത് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. മയിൽ അല്ലേ, അങ്ങനത്തെ ഏകദേശം ഒരു മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അത്യാവശ്യം ഡേഞ്ചറാണ്. ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കൊന്നും ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുതിരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്തിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. അവിടെ റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഒരു ലോറിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കയറി പോകുന്നു. നമ്മൾ അതിലൂടെയാണ് വന്നപ്പോൾ ജസ്റ്റ്. അത് വേറെ റോഡാണല്ലേ. ആ ഓക്കെ. അവിടെ പള്ളിയും അതുപോലെ ഇഷ്ടംമാതിരി ഒരു പിന്നെ അത്ര തിങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എയർപോർട്ടോ അങ്ങോ? ആ നമ്മൾ ഇന്നലെ പോയ കഴിഞ്ഞ വീടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എയർപോർട്ട്. അവസാന വീട് അല്ലേ, അവസാനം നമ്മളെ എൻഡിങ് ഒക്കെ ആ ഒരു വീട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് അവിടെ നിന്ന് നിന്നാൽ കാണാം. ഓക്കെ, ബോട്ടിൻ്റെ ഏകദേശം വിവരണം ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് വരേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ അവരോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞ് വരേണ്ടത് കൃത്യമായിട്ടുള്ള മാപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അവസാനം ഈ ഒരു വീഡിയോൻ്റെ എൻഡിലോ എവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഈ ചെക്കന്മാരൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കാസർഗോഡ്. ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഏകദേശം വരുന്നുണ്ട് അല്ലേ, വരുന്നുണ്ട്. പിന്നെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ വീക്കെൻഡിലായിരിക്കും ഏകദേശം എല്ലാ ചെക്കന്മാരും നല്ലൊരു ക്രൗഡ് സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം ഇന്ന് ഏകദേശം ഒരു വെള്ളിയാഴ്ച ദിവസം ആ ഒരു മോർണിംഗിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആളുകളൊന്നുമില്ല, എന്നാൽ പോലും ചെക്കന്മാരും ഫാമിലി കൊണ്ടൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ ബാലുകാച്ചി പാറയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നിട്ടോ. നമ്മൾ ജസ്റ്റ് ആ ചെക്കൻ്റെ വീട്ടിലേക്ക് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലുള്ള അവൻ്റെ വീട്ടിലേക്കാണ് ജസ്റ്റ് നമ്മൾ പോകുന്നത്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഹോട്ടലിൽ കയറി. ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 2 പൊറോട്ട അതുപോലെ ചായ എല്ലാ സംഭവങ്ങളും തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശിവപുരം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത ആ ഹോട്ടലിൻ്റെ മുതലാളിനെ ഹലോ. യാത്രയുടെ അത്രയും ഇഷ്ടപ്പെട്ട് യാത്രയോടെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാട്ടോ നമുക്കൊക്കെ അത്രയും സപ്പോർട്ട് കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇത് കഴിച്ചിട്ട് നേരെ നമുക്ക് പോകണം. ശേഷം ഇവിടുന്ന് നമ്മൾ റൈഡ് പുറപ്പെടുക ജുമാക്ക് ശേഷമായിരിക്കും കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ എന്തായാലും നമുക്ക് ചെയ്യാം. കാത്തിരിക്കട്ടോ. അപ്പം മച്ചന്മാരെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി, പള്ളൊക്കെ ആകെ നിറഞ്ഞ് സെറ്റായിട്ടോ. എന്തായാലും ഇവരുടെ ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 പൊറോട്ടയും ചായയും കാര്യങ്ങളൊക്കെ തന്ന് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടോ. ഭയങ്കര സപ്പോർട്ടീവ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. എന്താ നിങ്ങൾ പേരെന്താ പറഞ്ഞത്? സ്മൈൽ. നിങ്ങൾ പേരെന്താ? ഫൈസൽ. ആ ഓക്കെ, താങ്ക് യു. എന്നാ പോട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ജുമാ മുബാറക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ മട്ടന്നൂർ ആ ഭാഗത്തേക്കാണ് പള്ളിയിൽ പോകുന്നത്. ഏകദേശം ഒരു 6 കിലോമീറ്റർ നമുക്ക് ചവിട്ടിയിട്ട് സൈക്കിൾ കൊണ്ട് നീങ്ങണം. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ തന്നെ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ സ്ഥലത്തന്നെ എത്തിയിട്ടുള്ളത്. ആ റൂമിലാണ് ഉള്ളത് നിലവിൽ. അപ്പോൾ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കാൻ ആകെ ചിന്തിപ്പോയിട്ട് ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ പൊറുക്കിയിട്ട് നേരാക്കിയിട്ടൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമ്മളെ ചെക്കൻ ഇങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ട് വേറെ ലുക്കിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് എന്താ പറയുക കുളി എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി. അപ്പോൾ ഇനി അത്തരം പൂശിയിട്ട് നേരെ പള്ളിയിലേക്ക് ചാവും. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ഒരു ഇച്ച, ഈ ഒരു ഇച്ച നമ്മളെ വിളിച്ച് ഫുഡ് വിളിച്ചിട്ടോ, ഫുഡ് തരാൻ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞു അദ്ദേഹം എന്താ പറയുക വിളിച്ചു കൊടുക്കുന്ന കേട്ടോ. എന്തായാലും നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ആദ്യം അവിടെ മറ്റൊന്നുണ്ട് ഹോട്ടലിൻ്റെ ഒരു മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ണൂർക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ബോർഡുമേ കണ്ണൂർക്ക് 28 കിലോമീറ്റർ കണ്ണൂർക്ക് ഓടണം. ശേഷം നമ്മൾ എന്താ പറയുക നമ്മൾക്ക് നേരെ കാസർഗോഡ് വെച്ച് അലക്കേണ്ടതുണ്ട് കേട്ടോ. എന്തായാലും കാണാം. അങ്ങനെ കുറച്ച് പുള്ളന്മാർ വന്ന് കേട്ടോ. സ്കൂളൊക്കെ വിട്ടിട്ട് നിങ്ങൾ എത്ര പഠിക്കുന്നത്? 5ലും 6ലൊക്കെ കുട്ടികളെ പഠിക്കുന്ന കേട്ടോ.
എന്തായാലും അടിപൊളിയാണ്, വൺ സപ്പോർട്ടാണ്. ചെക്കന്മാരൊക്കെ യൂട്യൂബ് ചാനൽ വരണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്കന്മാരൊക്കെ മുഞ്ച് ഭയങ്കരമാണ് കേട്ടോ. എന്തായാലും എൻ്റെ പേര് പറഞ്ഞ എൻ്റെതോ എൻ്റെതോ ആ അപ്പോൾ ഒരു ഹായ് കൊടുത്താ. അപ്പോൾ പോട്ടെ. ഓക്കെ, താങ്ക് യു. ഹായ് ഹായ്. എൻ്റെ പേരെന്താ? എൻ്റെ പേര് പറഞ്ഞ ഇവൻ്റെതോ? അപ്പോൾ അവിടെ എൻ്റെതാ മിഹാൽ. ഓഹോ, അപ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യില്ലേ അല്ലേ? പൊളിക്കൂലേ? നിങ്ങളൊക്കെ വരൂ കേട്ടോ. അപ്പൊ സപ്പോർട്ട് ചെയ്യണ്ടോ? അപ്പൊ എല്ലാവരോടും പറയില്ലേ? ക്ലാസ് കുട്ടികളോടൊക്കെ പറയോ? ഓക്കെ, താങ്ക് യു. അതാ അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി വലയം ചുറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്റെ പേര് പറ, പെട്ടെന്ന് പറ. അൻ്റെതോ? 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 നാഫിൽ. ആഹാ, നിങ്ങളെ പേരെന്താ? നിങ്ങളതോ? അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വലയം ചുറ്റി. എന്താ സംഭവം? യൂട്യൂബറാണോ? വീഡിയോയിൽ വരും കേട്ടോ. അപ്പൊ ഇത് എതിർത്തുകൊണ്ടിരിക്കോ കേട്ടോ. സെറ്റ്, സപ്പോർട്ട് ചെയ്യാം.